ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് സൊമാറ്റോയിൽ സോൺ ചേഞ്ച് ചെയ്യുന്നത്? ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നു, മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സോൺ ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരുപാട് സോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, പുനലൂർ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ സോൺ ചേഞ്ച് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്തവരും ഉണ്ടല്ലോ. അതേപോലെ തന്നെ എങ്ങനെയാണ് സൊമാറ്റോയിൽ ഇപ്പം നിലവിലുള്ള ഫോൺ നമ്പറിൽ നിന്ന് മറ്റൊരു ഫോൺ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. എല്ലാ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല, ഞാനും ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്ഡേറ്റ് ഒക്കെ വരും, അത് വേറെ രീതിയിലൊക്കെ ആവും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ കോഴിക്കോട് നിന്ന് നേരെ തൃശ്ശൂർ വന്ന് തൃശ്ശൂരിൽ ഒരു മാസം വർക്ക് ചെയ്ത് നേരെ മലപ്പുറത്തേക്ക് പോയതാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, റൂമൊന്നും സെറ്റായില്ല. അങ്ങനെ നേരെ ഞാൻ നാട്ടിലേക്ക് വന്ന് നമ്മൾ വേറൊരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഓൾ ഇന്ത്യ സൊമാറ്റോ ബ്ലോഗ്. ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പ്ലാൻ ചെയ്തത് ഞാനാണ്. തുടങ്ങിയിട്ടില്ല, കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. നാട്ടിലേക്ക് വന്നിട്ട് ഇതുവരെ വർക്കിന് ഇറങ്ങിയിട്ടില്ല, ഏകദേശം ഒരാഴ്ചയോളം അടുത്തായി. മഴയായിരുന്നു, പിന്നെ നാട്ടിൽ വന്നതിൻ്റെ ചെറിയൊരു റെസ്റ്റ് കാര്യങ്ങളും റോഡ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ കൊല്ലത്തെ വീഡിയോസ് വരും. അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ സൊമാറ്റോയിലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, പിന്നെ റോഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് സോൺ ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എൻ്റെ മേളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഹെൽപ്പ് സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യപ്പോൾ അതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുക്കുക. അതിലാണ് അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട്, വെഹിക്കിൾ ടൈപ്പ് ചേഞ്ച് റിക്വസ്റ്റ്. അതായത് നമ്മൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ പെട്രോൾ വണ്ടിയിലേക്ക് മാറണമെങ്കിൽ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സൈക്കിൾ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സൈക്കിളിലേക്ക് ചേഞ്ച് ചെയ്യാം. അതൊക്കെ ആണെങ്കിൽ വെഹിക്കിൾ ടൈപ്പ് ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചേഞ്ച് മൊബൈൽ നമ്പർ, പിന്നെ അത് കഴിഞ്ഞ് ചേഞ്ച് വർക്ക് ഏരിയ. ആദ്യം നമുക്ക് വർക്ക് ഏരിയ ചേഞ്ച് ചെയ്യുന്നതിന് കാണിക്കാം. ചേഞ്ച് വർക്ക് ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം കാണിക്കും. ഇപ്പോൾ കറൻ്റ്ലി തൃശ്ശൂരിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മേളിൽ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെർച്ച് ചെയ്യുക. ഞാൻ കൊല്ലം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണും. അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കൊല്ലം അതിൻ്റെ കീഴിൽ വരുന്ന സോണുകൾ ഏതാണെന്നൊക്കെ ഇവിടെ കാണിക്കും. ആയൂരാണ് എൻ്റെ അടുത്ത് കേട്ടോ, 7 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ അഞ്ചലുണ്ട്, വർക്കലുണ്ട്, കൊട്ടിയം 15 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന്. ഞാനിപ്പം കൊല്ലം സെൻറ്ററാണ് എടുക്കുന്നത്, 23. കൊല്ലം സെൻറ്ററും കൊട്ടിയവും മെർജ് ചെയ്തിട്ടാണ് ഒറ്റ സോണായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ 2 സോണായിട്ട് കാണിക്കുന്നെങ്കിലും ഏത് സെലക്ട് ചെയ്താലും നമുക്ക് കൊല്ലം സെൻറ്ററും കൊട്ടിയത്തും വർക്ക് ചെയ്യാം. ഞാനപ്പോൾ കൊല്ലം സെൻറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ കൊട്ടിയത്ത് നിന്നിട്ടായിരിക്കും ഓൺ ആക്കുന്നത്. കൊട്ടിയം വരെ പോകണ്ട, നമുക്ക് ആഴ്ചയിൽ ചെന്ന് തന്നെ ഓൺലൈൻ ആക്കാം. ഒരു കൊല്ലം സെൻറ്റർ സെലക്ട് ചെയ്യുക. എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ കൺഫേം വർക്ക് ഏരിയ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോൺ ചേഞ്ച് ആവും. വേറെ ഒന്നുമില്ല, സിമ്പിൾ, വളരെ ഈസിയാണ്. ഇത്ര ഈസി ആയിട്ട് സൊമാറ്റോയിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ, നമുക്ക് സ്വിഗ്ഗിയിലൊന്നും ഇത്ര ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൺഫേം വർക്ക് ഏരിയ കൊടുക്കുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. എത്ര പെട്ടെന്നാണ്, ഏകദേശം 300 കിലോമീറ്റർ അല്ലേ, 300 അല്ലെങ്കിൽ ഒരു 280 കിലോമീറ്ററൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൊല്ലത്തെ ഇൻസെൻറ്റീവും കാര്യങ്ങളെല്ലാം നമുക്കിത് അറിയാൻ പറ്റും. കൊല്ലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്ന്. തിരുവനന്തപുരം ഉണ്ട്, അത് കഴിഞ്ഞ് കൊല്ലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളത്തേക്കാളും ഇൻസെൻറ്റീവ് കൊല്ലത്തുണ്ട്. പക്ഷെ കൊല്ലത്ത് ഏണിങ്സ് വളരെ ഇതാണ്, ഓർഡർ ഏണിങ്സ് വളരെ കുറവാണ്. ഇപ്പം വളരെ കുറച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ. അതെന്തായാലും നമ്മൾ ഉടനെ 500 രൂപ നമുക്കിത് കാണാൻ സാധിക്കും. 500 രൂപയാണ് കൊല്ലത്തുള്ളത്. തൃശ്ശൂരൊക്കെ വെറും 275, 300-325 രൂപയേ ഉള്ളൂ. ഇവിടെ 500 രൂപയാണ്. അപ്പോൾ ഇവിടെ എത്ര രൂപ കിട്ടുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, സൊമാറ്റോ വ്ളോഗ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് എങ്ങനെയാണ് സൊമാറ്റോ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതും ഇതേപോലെ ഹെൽപ്പ് സെൻറ്റർ എടുക്കുക, അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുക്കുക, അതേപോലെ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഇതിൽ നിങ്ങൾ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ കാനറ ബാങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
കാനറ ബാങ്ക് ഇല്ല, കാനറ ബാങ്ക് സെലക്ട് ചെയ്ത് അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ 2 വട്ടം റിപ്പീറ്റ് അക്കൗണ്ട് നമ്പർ എടുക്കുക. അതേപോലെ ബാങ്ക് IFSC കോഡ് സെലക്ട് ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. ബഹുഭൂരിപക്ഷവും ഇത് ഡിനേ ചെയ്യും, വെരിഫൈ ആവത്തില്ല. അങ്ങനെ ആവാതിരിക്കുന്നതാണ് നല്ലത്. വെരിഫൈ ആയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ആ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ആവും. വെരിഫൈ ആയില്ലെങ്കിൽ കസ്റ്റമർ കെയറിനായിട്ട് വിളിക്കാൻ, ഒരു കോൺടാക്റ്റ് ചെയ്യാൻ, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ അവർ 24 മണിക്കൂറെന്ന് പറയും, പക്ഷെ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ അവിടുന്ന് നമുക്ക് കോൾ വരും. 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഒരു കോൾ വരും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത്, ഒരു OTP ഉണ്ട്, OTP ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ നിമിഷം തന്നെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനെ ഓൾറെഡി ചേഞ്ച് ചെയ്തായിരുന്നു. ആദ്യം ഫെഡറൽ ബാങ്ക് ആയിരുന്നു, പിന്നെ കാനറ ബാങ്കിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. ഈ രീതിയിലായിരുന്നു. എനിക്ക് വെരിഫൈ കൊടുത്തപ്പം അനേബിൾ റിക്വസ്റ്റെന്നോ നോട്ട് അക്സെപ്റ്റ് എന്തോ എററാണ് കാണിച്ചത്. പക്ഷേ പിന്നെ കസ്റ്റമർ കെയർ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് റിക്വസ്റ്റ് ചെയ്ത് വളരെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ ചിലപ്പം വെരിഫൈ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ വെരിഫൈ ആവത്തില്ല, പേടിക്കണ്ട. അപ്പോൾ കസ്റ്റമർ കെയറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ കാണിക്കും. എനിക്ക് ഇത് കാണിക്കാക്കില്ല. അപ്പോൾ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് കാണിക്കും, അടിയിൽ കാണിക്കും. അപ്പോൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, അത് അവിടുന്ന് കോൾ വരും. ഓക്കെ. ഇനി അടുത്ത് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതും ഇതേപോലെ തന്നെ ചേഞ്ച് മൊബൈൽ നമ്പർ കൊടുക്കുക, എൻ്റെ ന്യൂ നമ്പർ കൊടുക്കുക. ന്യൂ നമ്പർ കൊടുക്കുമ്പം ഒരു OTP വരും. ആ OTP നമ്മൾ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ പഴയ നമ്പറിൽ നിന്നും ഒരു OTP വരും. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. വളരെ ഈസിയാണ് കേട്ടോ എല്ലാം ഇത് ചേഞ്ച് ചെയ്യുന്നതെല്ലാം. ഇതേപോലെ വെഹിക്കിൾ ടൈപ്പ് ചേഞ്ച് റിക്വസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കാൻ നേരത്ത് ഇവിടെ താഴെ റൈസ് എ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് റൈസ് ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് ഇഷ്യൂ ആണ് ചേഞ്ച് ചെയ്യാൻ അപ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഇലക്ട്രിക് വണ്ടിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയിൽ നിന്ന് പെട്രോൾ വണ്ടിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സൈക്കിളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശം, പർപ്പസ് അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഒരു അപ്ലോഡ് ഇമേജ് ഓർ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക, ടിക്കറ്റ് റൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളെ വണ്ടി ചേഞ്ച് ചെയ്യുന്നതാണ്. ഞാനും ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. അത് അവർ തന്നെയാണ് ചേഞ്ച് ചെയ്ത് തന്നത്, ഇലക്ട്രിക് വണ്ടിക്കാർ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ, വാടകയ്ക്ക് എടുക്കുന്ന ദിവസം 200 സംതിങ് രൂപ എടുത്ത്. പക്ഷേ തിരിച്ച് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്തത് ഞാൻ സ്വന്തമായിട്ടാണ് ചേഞ്ച് ചെയ്തത്. അത് ഇതുവഴിയാണ് ചേഞ്ച് ചെയ്തത്, ഈസി ആയിട്ട് അതും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ വീഡിയോ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ കുറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അറിയത്തില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അറിയാവുന്ന എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ കമൻറ്റ് റിപ്ലൈ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ഒരു സൊമാറ്റോ വ്ളോഗ്, ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് എൻ്റെ ഡ്രീം ആണ്. എന്തായാലും നമുക്ക് ചെയ്യണം. പക്ഷേ കുറച്ച് ഇവിടെ വർക്ക് ചെയ്യട്ടെ. ഇപ്പോൾ മൺസൂൺ സീസണാണ്, ഇപ്പോൾ മൺസൂൺ സീസൺ ആണല്ലോ. ആ സീസണൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മലപ്പുറത്ത് വർക്ക് ചെയ്യും, കോട്ടയത്ത് വർക്ക് ചെയ്യും, കണ്ണൂർ, പാലക്കാട്, ഈ 4 സ്ഥലം വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ എന്തായാലും വർക്ക് ചെയ്യും. കാസർഗോഡും ഉണ്ട് ചെറിയൊരു പ്ലാന്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗിൽ ഉൾപ്പെടുത്തി അവിടെയൊക്കെ വർക്ക് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. എന്താണ് ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് എന്ന് എൻ്റെ പ്ലാൻ എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.